രാവിലെ തന്നെ ഞാൻ ഹബ്ബിലെത്തിയപ്പോഴേക്കും ഇവിടെ എല്ലാവരും ഇറങ്ങാറായിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയില്ല, ഇന്ന് എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും എനിക്ക് ഡെലിവറി ചെയ്യേണ്ട പാക്കേജുകളൊക്കെ സെറ്റ് ചെയ്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ഞാനൊന്ന് പെട്രോൾ അടിച്ചില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. പിന്നെ പെട്രോൾ അടിച്ചതിന് ശേഷം ഞാനും എന്റെ 2K ഫ്രണ്ട്സ് കൂടെ നേരെ ലൈം ജ്യൂസ് കുടിക്കാനാണ് എത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ ക്ലൈമറ്റ് വളരെ ചൂടായതുകൊണ്ട് ഇനിയിപ്പോൾ നല്ല തണുത്ത ലൈം ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് ജോലി തുടങ്ങാമെന്ന് കരുതി. ഇവിടെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഒരു ലൈം ജ്യൂസ് കൊടുക്കുന്നത്. ലൊക്കേഷൻ വന്നിട്ട് നന്നാട്ട് ജംഗ്ഷനിലാണ്. കുറച്ചു നേരമൊക്കെ അവിടെ ഒന്ന് സംസാരിച്ചതിന് ശേഷം ഞാനിപ്പോൾ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ പാക്കേജുകളൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പാക്കേജ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. നല്ല സമയത്തിനാണെങ്കിലും കഴിഞ്ഞ മഴയത്ത് ഫോൺ അടിച്ചു. ഇതിപ്പോ വേറെ ഫോണിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. അതും പോരാഞ്ഞിട്ട് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ കൊച്ചു പിള്ളേരുടെ അങ്കിൾ എന്നുള്ള വിളിയും എന്നെ വല്ലാതെ തളർത്തുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഒരു 1.5 മണിയെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വർക്കും ഫിനിഷ് ചെയ്ത് തിരിച്ച് ഓഫീസിലെത്തിയിട്ടുണ്ട്. പലതരം സ്പൈഡർമാനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സൈസ് സ്പൈഡർമാനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വിത്ത് ഫാമിലി പാക്ക്. ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഫ്രഷ് ആയി വൈകുന്നേരം പതിവ് പോലെ ഊരി തണ്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പോത്തൻകോട് എത്തിയപ്പോഴേക്കും വണ്ടി സൈഡാക്കി ബുക്ക് മൈ ഷോയിൽ കയറി കാന്താര ബുക്ക് ചെയ്തു. പോത്തൻകോട് തന്നെയുള്ള MD തിയേറ്ററിൽ തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. പിന്നെ കാന്താര കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കാന്താരി അൽഫാം കഴിക്കാൻ തോന്നി. അങ്ങനെ അവിടെ അടുത്തുള്ള കാക്സ് ഹാവനിലോട്ട് വിട്ടു. കാന്താരി അൽഫാം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പ്ലേ ഷോർമ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് നേരെ കഴക്കൂട്ടത്തേക്ക് പോയി. എന്റെ ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തൊരു DJ പാർട്ടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഫ്രീ എൻട്രി ആയതുകൊണ്ട് ഇനി വലിയ തിരക്കായിരിക്കും എന്ന് കരുതിയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. എന്നാൽ DJ ഒക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ മാത്രമേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നും നോക്കാതെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 9:30 കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് വിശപ്പടിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ നേരെ സുപ്രീമിലോട്ട് പോയി. ലൈറ്റ് ആയിട്ട് ഫ്രൈഡ് റൈസും വാട്ടർമെലൺ ജ്യൂസും ഓർഡർ ചെയ്തു. ഇവിടുത്തെ ഫുഡ് വളരെ നൈസ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബില്ല് വന്നപ്പോൾ ഫുഡ് കഴിക്കുന്നേക്കാളും സമയം വേണം ഇതുപോലെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട്.